മെസ്സി വിരമിക്കുമ്പോൾ ഇങ്ങനെയൊരു വിരമിക്കലായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? അതാണ് സത്യത്തിൽ ഏറ്റവും നിരാശയുണ്ടാക്കുന്ന സംഭവം. അതാണ് മെസ്സിയെപ്പോലെ തിളങ്ങി നിന്ന് ഈ വേൾഡ് കപ്പിലും തിളങ്ങി നിന്ന് അർജന്റീനയെ ഫൈനൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ലയണൽ മെസ്സിക്ക് ഇത്തരത്തിൽ നിരാശനായി മടങ്ങേണ്ടി വന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം ആ കളി ഒരു ആവേശകരമായ മത്സരം കാഴ്ചവെച്ച് പരാജയപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കീഴടങ്ങൽ പോലെയായി. കളിയുടെ ആരംഭ നിമിഷം മുതൽ ഏതാണ്ട് അവസാനിക്കുന്ന 10 മിനിറ്റിന് തൊട്ട് മുമ്പ് വരെ പൂർണ്ണമായും സ്പെയിനിനോട് പൊരുതാൻ അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ കഴിയില്ല എന്ന നിലയിൽ പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മത്സരമാണ്, ഒരു കളിയാണ് സത്യത്തിൽ കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ആ ഗോൾ കീപ്പറുടെ മികവാർന്ന പെർഫോമൻസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 1/2 ഡസനിൽ കുറയാത്ത ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുന്ന സ്ഥിതി വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു റിട്ടയർമെന്റ് അല്ല, വിടവാങ്ങലല്ല ലയണൽ മെസ്സിയെ പോലെയുള്ള ആഗോള നിലവാരത്തിൽ എണ്ണപ്പെടുന്ന കായിക താരങ്ങളുടെ, ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിലുള്ള അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഇങ്ങനെ ആയിരുന്നില്ല. ആകുന്നതിലുള്ള വിഷമം ഈ അവസരത്തിലുണ്ട്. പിന്നെ ഒരു കാര്യം ശരിയാണ്, ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു വിജയമാണ് സത്യത്തിൽ സ്പെയിന് ഇത്രയും കൃത്യതയോടെ, ചിട്ടയോടെ. അത് സ്പെയിന്റെ തുടക്കം മുതൽ, ആദ്യ കളി മുതൽ അവരുടെ ടീമിന്റെ പെർഫോമൻസ് തിളക്കമാർന്ന പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അർജന്റീന അതിനെയൊക്കെ അതിജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഭാഗ്യം നല്ലതുപോലെ കടാക്ഷിച്ചിട്ട് പോലും അർജന്റീനയ്ക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. അല്ലെങ്കിൽ ഗോൾ വലയം ചലിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള നല്ല ലോങ് ഷോട്ടുകൾ നിരവധി വന്നു. അതെല്ലാം തട്ടി മാറുകയും ബാറിൽ തട്ടുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യം തുണച്ചിട്ട് പോലും അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ പെർഫോമൻസ് അത്രയേറെ ബിലോ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഒരു ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശകരമായ മുന്നേറ്റം പോലും നടത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നമ്മൾ സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അവസാന നിമിഷത്തിലാണ് ഈ അർജന്റീന അവരുടെ യഥാർത്ഥ കഴിവുകളും ഗോളും എല്ലാം പുറത്തെടുക്കുന്നത്. അങ്ങനെ ഒരു 70-ാം മിനിറ്റിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു അർജന്റീന തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് തുടക്കം മുതൽ കണ്ടപ്പോൾ തന്നെ സാധാരണഗതിയിൽ അങ്ങനെ താളത്തിന് നിൽക്കുമെന്നുള്ളതല്ലാതെ ഇങ്ങനെ പിന്നോട്ട് പോകുന്ന ഒരു പൂർണ്ണമായും കീഴടങ്ങലിന്റെ ഒരു കളി സത്യത്തിൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയില്ല, പൂർണ്ണമായും സ്പെയിന് മാത്രമേ കഴിയൂ എന്ന നിലയിൽ ഒരു പ്രത്യാക്രമണ ശ്രമം പോലും ഉണ്ടായില്ല. എല്ലാം എത്രയാണ് മൈനസ് പാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കൊടുത്ത പാസുകളിൽ മിക്കവാറും എല്ലാം മിസ്സിംഗ് ആയിരുന്നു. അതിനുമപ്പുറത്തേക്ക് നമുക്കറിയാം, പലപ്പോഴും ഒരു കോർഡിനേഷനും ഇല്ലാത്ത നിലയിൽ ഗോൾ വലയത്തിലേക്ക് പാസ് ഏറ്റുവാങ്ങാൻ പോലും ആളില്ലാത്ത സ്ഥിതിയിലേക്ക് വരെ തകർന്നടിയുന്ന ഒരു രംഗമാണ് സത്യത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ പോലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിലും അതുപോലെ തൊട്ട് മുമ്പ് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലുമൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവസാന നിമിഷം പറന്നുയരുന്നത് പോലെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതാണ് അവസാനത്തെ 10 മിനിറ്റാണ് ഒരു ആവേശകരമായ മത്സരത്തിന്റെ സ്വഭാവം കാഴ്ചവെച്ചത്. 1-2 പ്രത്യാക്രമണങ്ങൾ, ചാൻസുകൾ ഉണ്ടായത് ഭംഗിയായി തന്നെ പ്രയോഗിച്ചു. നിർഭാഗ്യവശാൽ ഗോളായില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ഫൈനൽ മത്സരം, ആവേശകരമായ ഒരു ഫൈനൽ മത്സരം ആയിരുന്നില്ല ഇന്ന് നടന്നത്. ഏകപക്ഷീയമായ മത്സരമെന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും പുവർ പെർഫോമൻസ്, അർജന്റീനയുടെ പുവർ പെർഫോമൻസ് ഒരു കളിയിലും കണ്ടിട്ടില്ല. അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്പെയിനിൻ്റെത് തികച്ചും ആധികാരിക വിജയം എന്ന് തന്നെ വിലയിരുത്താം? 100% ആധികാരികമായിട്ടുള്ള വിജയമാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. ഇതിന് നേരത്തെ ഉണ്ടായിട്ടുള്ള കളികളിലും അവരുടെ പെർഫോമൻസ് ഏതാണ്ട് ഇതേ നിലവാരത്തിലായിരുന്നു. ആ നിലവാരത്തിന് അല്പം പോലും കുറവ് വരാതെ കൃത്യതയോടുകൂടി തന്നെ അതവരുടെ പന്തെടുക്കത്തിന്റെ കാര്യത്തിലായാലും അവരുടെ പാസിന്റെ കാര്യത്തിലായാലും ഒറ്റ കാര്യത്തിൽ മാത്രമാണ്, അവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഗോൾ വലയം ചലിപ്പിക്കാനുള്ള അവരുടെ സ്ട്രൈക്കേഴ്സിന്റെ അഭാവം. ഒരുപക്ഷെ ഈ കളിയായിരുന്നു അർജന്റീനയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ 1/2 ഡസനിലധികം ഗോൾ ഒരുപക്ഷെ മെസ്സി തന്നെ കൈകാരി. അത്രയ്ക്ക് മനോഹരമായ അവസരങ്ങൾ കിട്ടിയിട്ടും അതൊന്നും ഗോളാക്കാൻ അവർ കഴിഞ്ഞില്ല. അത് തന്ത്രപരമായി സ്ട്രൈക്ക് ചെയ്യാനുള്ളവരുടെ സ്ട്രൈക്കേഴ്സിന്റെ അഭാവമാണ്. പിന്നെ ഗോൾ കീപ്പറുടെ മികവാർന്ന പെർഫോമൻസും ഉണ്ട്. ഇത് രണ്ടും കൂടി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വല്ലാത്ത സ്ഥിതിയിലേക്ക് തകർന്നടിയുമായിരുന്നു. സത്യത്തിൽ ഭാഗ്യം കൊണ്ടാണ്
ഒരു ഗോളിന് മാന്യമായ പരാജയം ഏറ്റുവാങ്ങാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് സ്പെയിന് ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള വിജയം തന്നെയാണ് കിട്ടിയത്. തുടക്കം മുതൽ അവര് അത്രയും മെച്ചപ്പെട്ട കളിയായിരുന്നു തുടക്കം മുതൽ സ്പെയിൻ കാഴ്ചവെച്ചത്. തികച്ചും അർഹമായ കാലുകളിൽ തന്നെയാണ് ആ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് NK പ്രേമേന്ദ്രനുള്ളത്. അമൽ ജോണിനൊപ്പം ഡി ധനസ് മോഹ്, മീഡിയ 1, ഡൽഹി.